ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലത്തെ കാപ്പിയുടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് മക്കൾക്ക് പോകേണ്ട ദിവസമല്ല, ലീവാണ് കേട്ടോ. അന്നേരം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു അവധിയില്ലായിരുന്നു, ശിവരാത്രിക്ക്. അന്നേരം അന്നത്തെ വീഡിയോ ആണ്. രാവിലെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെയാണ് ഞാൻ തീയൊക്കെ കത്തിക്കുന്നത്. അപ്പോൾ ചേച്ചി എന്താ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ, നമുക്ക് കൈയുടെ വേദനയുടെ ഭാഗമായി കുറച്ച് ചൂടും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ ചൂട് വെള്ളത്തിൽ കുളിക്കും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ, കാരണം എനിക്ക് ആ കൈവേദനയുടെ മരുന്ന് പിടിക്കുന്നില്ല, ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണം ഉണ്ടാകുന്നു കേട്ടോ. അപ്പം ഞാൻ ആ മരുന്ന് നിർത്തി ഇപ്പം ചൂട് വയ്ക്കുകയാണ് കേട്ടോ. അന്നേരം ഞാനിത് പറഞ്ഞത് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, പിന്നെ കൈക്ക് എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോയെന്ന്. അപ്പം ഞാൻ മറുപടി കൊടുക്കാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കുന്നില്ല. എനിക്ക് വരുന്ന കമൻറ്റിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. കൈക്ക് വേദന ആയതുകൊണ്ട് മാത്രമാണ് റിപ്ലൈ തരാത്തത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ഞാൻ എൻ്റെ കുറേ കൂട്ടുകാരുടെ വീഡിയോ കാണാനും ഉണ്ട്, അതൊക്കെ ഞാൻ കണ്ടു തരാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഞാൻ വേണ്ട നമ്മുടെ അടുപ്പിൽ കുറേ ചാരം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ചൂടുവെള്ളമൊക്കെ നമ്മൾ വെളിയിലത്തെ അടുപ്പില്ലേ അവിടെ വെച്ചാണ് ചൂടാക്കുന്നത്. പിന്നെ ഞാൻ നല്ല വെയിലാകുമ്പോൾ അങ്ങോട്ട് പോകത്തില്ല കേട്ടോ. അന്നേരം പിന്നെ കുറേ ദിവസമായി നമ്മുടെ അകത്തെ അടുപ്പ് കത്തിച്ചിട്ട്, അതൊക്കെ ഞാൻ അതുകൊണ്ട് ചാരം നല്ലവണ്ണം തിങ്ങി നിൽക്കുമായിരുന്നു. അതൊക്കെ വാരി നമ്മുടെ ഈ വാഴയുടെ ഒക്കെ മൂട്ടിൽ കൊണ്ടിട്ടു. പിന്നെ ഒരു കറിവേപ്പുണ്ടല്ലോ, അതിൻ്റെ മൂട്ടിലും കൊണ്ടിട്ട് കേട്ടോ. പിന്നെ നമുക്ക് 3-4 പാത്രമൊക്കെ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഈ കഴുകി ഈ വെയിലത്തോട്ട് വെക്കുകയാണ്. കണ്ടോ, നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തൊരു വെയിലാണ്. 9 മണി ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. നേരെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് വെയിലത്തോട്ട് വെച്ചിട്ട് അങ്ങ് കയറുവാണ്. അപ്പം രാവിലെ തന്നെ നമ്മുടെ മിറ്റം തൂപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം എന്താണ് എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റിൽ കൂടി അറിയിക്കണം കേട്ടോ. കുറേ ദിവസങ്ങളായി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കണ്ടു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു തന്നിട്ടില്ല, കുറച്ച് പേരുടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലായിടത്തും വരാം. ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് താമസിക്കുന്നത് കേട്ടോ. അപ്പം നല്ല വെയിൽ കണ്ടോ മുറ്റത്ത്, ഈ സൈഡിലോട്ട് നല്ല വെയിലായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വിറകൊക്കെ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് അടുപ്പൊക്കെ ഒന്ന് തീ പിടിപ്പിച്ച് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടുപ്പിൽ വെക്കുന്ന ചോറാണ് നമുക്കിവിടെ ഇഷ്ടം. കുക്കറും റൈസ് കുക്കറിലും ഒക്കെ വെക്കും കേട്ടോ. ഇപ്പം കൈക്ക് വേദന ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അടുപ്പ് ഇവിടെ അകത്തെ കത്തിക്കുന്നില്ലായിരുന്നു. അപ്പം കുക്കറിലൊക്കെയാണ് ചോറ് വെക്കുന്നത്. പക്ഷേ ഈ അടുപ്പിൽ വെക്കുന്ന ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അതങ്ങ് നമ്മളങ്ങ് ശീലിച്ച് പോയത് കൊണ്ടാണ് വീണ്ടും അങ്ങനെ തന്നെ അടുപ്പിൽ കത്തിച്ച് ഞാൻ ചോറ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല അടുപ്പൊക്കെ കത്തിച്ചു. ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ട് മീൻകാരൊന്നും ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോഴത്തേക്ക് ഇനി മീനൊക്കെ വാങ്ങണം. അന്നേരം ഇന്നലെ രാത്രി വെച്ച കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. അന്നേരം നമ്മുടെ കുക്കറിലാണ് വെച്ചത്. അത് ഞാൻ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് ഊറ്റി ഇപ്പുറത്തോട്ട് ഊറ്റിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ വെള്ളം ചൂടാകുന്ന സമയത്ത് അരിയോട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാര്യങ്ങളാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ, പ്രത്യേകിച്ച് നാട്ടിൻ പുറത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഇന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അന്നേരം അവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസ് തന്നെ ഇടുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നാട്ടിൻപുറത്തെ വീട്ടുകാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുക കേട്ടോ. പിന്നെ കുട്ടനാട് കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങായും തേങ്ങായും ഒക്കെ പറിക്കുന്ന വീഡിയോ കണ്ടപ്പം ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടനാട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് ബീന എന്നും പറഞ്ഞ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസ് തന്നെ ഇടുന്നത്. അങ്ങനെ തന്നെ ഈ സമയത്ത് നമ്മൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. ഇനി നല്ല വേവുള്ള അരിയാണ് കേട്ടോ, അവിടെ കിടന്ന് വേകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബിന്ദു മാത്യു ബീന എന്നോട്
പിണക്കമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാടാ ഞാൻ പിണങ്ങുന്നത്? എനിക്ക് ആരോടും പിണക്കമില്ല കേട്ടോ. ഞാൻ കമൻറ്റിന് റിപ്ലൈ തരാത്ത ഞാൻ പറഞ്ഞില്ലേ, കൈക്ക് വേദന ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ എനിക്കൊരു പിണക്കവും ഇല്ല ബിന്ദുവിനോട് കേട്ടോ. അപ്പം നമുക്ക് ഈ സമയത്ത് മീൻകാർ വന്നായിരുന്നു. ഓലക്കൊഴുവ മീനാണ് കേട്ടോ. നമുക്കിവിടെ വന്നപ്പോൾ അത് വെട്ടി കിട്ടി. ഒരാൾ രാവിലെ വരുന്നുണ്ട് മീനും കൊണ്ട്. അപ്പം നമുക്കിങ്ങനെയുള്ള മീനൊക്കെ വെട്ടി കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഈ അരി കഴുകിയ വെള്ളം ഞാൻ നമ്മുടെ ഈ 3-4 ചെടി ഇങ്ങനെ തൂങ്ങി ഫ്രണ്ടിൽ കിടപ്പുണ്ട്, അതിനകത്തോട്ട് കൊണ്ടൊഴിക്കും കേട്ടോ. ഇപ്പോൾ ഈ വെയിലായതുകൊണ്ട് നല്ലതായിട്ട് വാടി നിൽക്കും, ഈ ഷീറ്റിനടി നിൽക്കുമ്പോഴത്തേന് കേട്ടോ. അന്നേരം നമുക്ക് ഒരുപാട് ചെടികളുണ്ടായിരുന്നു. എല്ലാം ഈ മഴക്കാലം വരുമ്പോഴത്തേന് വെള്ളം കയറി പോകും മുറ്റത്ത് നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെ തൂക്കിയിടുന്നതൊക്കെ ആണെങ്കിലും വെയിലത്ത് കിടന്നങ്ങ് വാടിപ്പോകും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഈ കുറച്ചൊക്കെ ഉള്ളൂ എനിക്ക് ചെടി. അങ്ങനെ വേണ്ട, ഇതാണ് ഓലക്കൊഴുവ കണ്ടോ. ഇത് വെട്ടി തൊലിയൊക്കെ ഇരിച്ച് അവർ തന്നു. ഇനിയൊന്ന് 2ആയിട്ട് മുറിച്ച് ഇടണം കേട്ടോ, കാരണം ഇത് വലിയ പീസാണ്. ആകെപ്പാടെ 1/2 കിലോ ഓലക്കൊഴുവയാണ്. ഇതിന് 200 രൂപയാണ് കേട്ടോ. ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനത്തെ അങ്ങ് വാങ്ങും കൊണ്ടുവരുമ്പോൾ, കാരണം കൈ വയ്യാത്തതുകൊണ്ട് ഇച്ചിരി പ്രയാസമൊക്കെയാണ് മീൻ വെട്ടാനൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം നല്ല കുറവുണ്ട്. അപ്പം ഞാൻ 2ആയിട്ടൊന്ന് മുറിച്ച് ആ മീനൊന്ന് ഇടുവാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ് ഓലക്കൊഴുവ അല്ലേ. അന്നേരം നല്ല എന്താണ് മുറുക്കമുള്ള മീനുമാണ്, നമ്മുടെ ചൂരയൊക്കെ പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ, നമ്മുടെ മിക്കി, അപ്പൂസിൻ്റെ മിക്കിയാണ് കേട്ടോ. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നോളും. അന്നേരം ഞാനിങ്ങനെ മീനൊക്കെ കഴുകുവാണ്. പച്ചയ്ക്കൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ, കാരണം കുഞ്ഞു പൂച്ചയാണ്, അതിന് പാലും ബിസ്ക്കറ്റും ഒക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ മീനൊന്നും ഇട്ട് കൊടുത്തില്ല. കറി വെച്ച് കഴിഞ്ഞ് കുറച്ച് ചോറുമായിട്ടൊക്കെ ഇളക്കി ഇങ്ങനെ കൊടുക്കും. അങ്ങനെ അപ്പൂസ് പേരൊക്കെ ഇട്ടിട്ടുണ്ട് മിക്കിന്ന് കേട്ടോ. അന്നേരം ഇന്ന് മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർ അപ്പൂസും വേറെ ഒരു കുഞ്ഞൂടെ പുറത്ത് കളിക്കുവാണ്. ഇടയ്ക്ക് കയറി വരും. ഞാൻ പറഞ്ഞ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞിട്ട് പറ്റത്തില്ലെന്നും പറഞ്ഞ് അങ്ങ് പോയി കേട്ടോ. അവർക്കിപ്പം മടിയാണ് വീഡിയോ ഒക്കെ എടുത്തു തരാൻ വേണ്ടി. അപ്പം ഞാൻ നോക്കിയപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് അവിയലിനുള്ള ഒത്തിരിയൊന്നുമില്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അന്നേരം മീൻകറിയൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു ചെറിയ അവിയലൂടെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അതിനകത്തെ വെള്ളം ഇച്ചിരി ഉള്ളു കേട്ടോ. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണെന്ന് പറയുന്നുണ്ട്. നമ്മളന്നേരം തേങ്ങയൊക്കെ ഇഷ്ടം പോലെയാണ് ഉപയോഗിക്കുന്നത്, കാരണം നമ്മുടെ കുട്ടനാട്ടിലെ തേങ്ങ ഉള്ളടമാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 50 രൂപയൊക്കെയാണ് ഞങ്ങളുടെ തിരുവല്ലയിലൊക്കെ ഒരു തേങ്ങയ്ക്ക് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞൊരു തേങ്ങയ്ക്ക് 50 രൂപയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത്, നമ്മളൊക്കെ എന്ത് തേങ്ങ ഇവിടെ ഒരു അവിയലിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങയോളം നമ്മൾ ചിരണ്ടി എടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടുമൊക്കെയാണ് തേങ്ങ ഉപയോഗിക്കുന്നത്. അങ്ങനെ വേണ്ട നമ്മുടെ മീൻകറിക്കുള്ളതെല്ലാം ഞാനൊന്ന് അരിഞ്ഞ് പെറുക്കി ഇട്ട് കൊടുത്തു. നമുക്ക് മുളകിട്ട് തന്നെയാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോസ് ഇടയ്ക്ക് വന്നാൽ മുളക് പൊടി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ, കാരണം നല്ല എരിവാണ്. ഈസ്റ്റേണിൻ്റെ മുളക് പൊടിയാണ്. നമ്മൾ ഈ അയൽക്കൂട്ടക്കാരുടെ പൊടിച്ച മിക്സ് ചെയ്ത മുളക് പൊടിയില്ല, രണ്ടും കൂടെ എരിവുള്ളതും അല്ലാത്തതും കൂടെ, അതാണ് വാങ്ങുന്നത് കേട്ടോ. അത് തീർന്നു പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കടയിൽ നിന്ന് ഒരു ഈസ്റ്റേണിൻ്റെ മേടിച്ചതാണ്. പക്ഷേ ഇതിന് നല്ല എരിവാണ്, മക്കൾക്കൊക്കെ കഴിക്കാനും നമുക്കാണെങ്കിലും ഭയങ്കര എരിവാണ്. എനിക്കാണെങ്കിൽ ഇച്ചിരി എരിവൊക്കെ കൂടുതലിട്ട് വേണം കറി വെക്കാൻ കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം വെച്ച കറിക്കൊക്കെ നല്ല എരിവായിരുന്നു. അപ്പം ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇച്ചിരി മാറ്റി വെച്ച് മുളക് പൊടി കേട്ടോ. അന്നേരം ഒരുപാട് എരിവായി കഴിഞ്ഞാൽ അവന് കഴിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് പാകപ്പാടെ ഞാൻ പറഞ്ഞില്ല, അവൻ കഴിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ ഈ മീനും ചൂരയൊക്കെ തന്നെയാണ്, വേറെ മീനുകളൊന്നും കൂട്ടത്തില്ല കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടമുള്ള മീനാണെന്നും പറഞ്ഞ് കുറച്ച് മുളക് പൊടിയൊക്കെ മാറ്റി വെച്ചു. അങ്ങനെ ഞാൻ വേണ്ട മീൻകറിയൊക്കെ വെച്ചു. ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റുള്ള മീനാണല്ലോ ഓലക്കൊഴുവ. ഇനിയിപ്പോൾ നമുക്ക് ഒരു തട്ടിക്കൂട്ട് അവിയലൂടെ ഉണ്ടാക്കാം. അപ്പം എല്ലാ കഷ്ണങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉണ്ട്. പിന്നെ മുരിങ്ങയ്ക്കൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് മുരിങ്ങയ്ക്കൊന്നും വേണമെന്നില്ലല്ലോ. നമ്മൾ വീട്ടമ്മമാർ ഉള്ളതൊക്കെ വെച്ച് ഒരു അവിയൽ, സാമ്പാർ ഒക്കെ ഉണ്ടാക്കും ഇല്ലേ. അങ്ങനെ ഞാൻ ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചെത്തി അരിഞ്ഞെടുക്കുകയാണ്. അപ്പം കുറച്ച് പയർ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നല്ലോ, അപ്പം ഞാൻ ഇതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ ഞാൻ ഓർത്തു അതൊരു ചെറിയൊരു മെഴുക്കുവരട്ടിയൂടെ വെച്ച് കൊടുക്കാം. അവിയലൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല അപ്പൂസിനൊന്നും കേട്ടോ.
അപ്പോൾ ഈ പയർ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ മീനുമായിട്ട് ചോറ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തന്നെ ഇതിൻ്റെ എല്ലാം തൊലി ചെത്തിക്കഴിഞ്ഞ് ആ പയർ എടുത്ത് മാറ്റി അതൊരു മെഴുക്കുവരട്ടിയൂടെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മോര് കാച്ചിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് ചെത്തിയെടുക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ മീൻകറിയൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇനി അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞത് കഴുകി നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേഗം വെക്കുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് അവിയലാണ് ഞാൻ വെക്കുന്നത്. കുറച്ച് ചാറോട് കൂടി എടുത്തേനെ, പക്ഷേ മോര് കാച്ചിയതുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. അന്നേരം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളി വേണമായിരുന്നു, അതും എടുത്തില്ല. തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ചെറിയുള്ളി ഇനി നമുക്ക് ഈ മെഴുക്കുവരട്ടി വെക്കാനും വേണം. പിന്നെ കുറച്ച് അവിയലിനകത്തോട്ട് ചെറിയുള്ളി നമ്മൾ ചതച്ച് ഇട്ട് കൊടുത്താലും അരിഞ്ഞ് ചേർത്തിട്ട് കൊടുത്താലും നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ അതെല്ലാം ഒന്ന് വാട്ടി എടുത്തു. പിന്നെ നമ്മുടെ തീയൊക്കെ തണ്ട് നല്ലവണ്ണം കത്തിക്കൊണ്ടിരിക്കുക. ചോറ് ഇതുവരെ വെന്തിട്ടില്ല കേട്ടോ. നല്ല വേവുള്ള അരിയാണല്ലോ. ഈ സമയത്ത് നമ്മുടെ കറണ്ട് പോയി കേട്ടോ. അപ്പം വേണ്ട നമ്മുടെ അപ്പൂസും കൂട്ടുകാരനും അപ്പൂസിൻ്റെ അനിയനാണ് കേട്ടോ കൂടി തേണ്ട പേര കയറി പേരയ്ക്കെല്ലാം പറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നല്ല പഴുത്ത പേരയ്ക്കാണ് കേട്ടോ. നമുക്ക് ഈ ബാക്കി വശത്ത് പേര നിൽപ്പുണ്ട്. പേരയ്ക്ക് അങ്ങ് മേളിലാണ്. ഞാനങ്ങനെ പറിക്കാറില്ല. എപ്പോഴും ഇങ്ങനെ വവ്വാലൊക്കെ കൊത്തി താഴെ ഇടും. മിറ്റം അടിക്കാൻ വേണ്ടി പോകുമ്പം കാണും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ മറന്നു പോരും, പറിക്കത്തില്ല. അങ്ങനെ ഇന്നിപ്പം വേണ്ട ഇവർ രണ്ടുപേരും കൂടെ പറിച്ചതാണ്. 2-3 എണ്ണം കിട്ടി കേട്ടോ. അതിനകത്തുനിന്ന് ഒരു കഷ്ണം എടുത്ത് ഞാൻ അന്നേരം ഒന്ന് കഴിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ പറിക്കാൻ തോന്നാത്ത. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പം അത് കയറി പറിക്കണമെന്ന് കേട്ടോ. ഇത് കണ്ടോ, കണ്ണിമാങ്ങയാണ് കേട്ടോ. കുറച്ച് കണ്ണിമാങ്ങ ഉപ്പിലിടാൻ വേണ്ടി പറിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. കണ്ണിമാങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായതാണ്. അച്ചാറിടാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ പറിച്ചതാണ്. പക്ഷേ ഞാൻ ഓർത്തു ഇനി ഇതിപ്പം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ, അച്ചാറിടുന്നില്ല, നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന്. നമുക്ക് താഴെ ഇരിക്കുന്ന ബോട്ടിലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു, അതിനകത്തെല്ലാം മാങ്ങയും ഓലോലിക്കയും ഒക്കെ ഞാനിങ്ങനെ ഉപ്പിനകത്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ തോന്നുമ്പോൾ ഒക്കെ എടുത്ത് വായിലിടും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ പയറ് മെഴുക്കുവരട്ടി അവിയലും ഒക്കെ തേണ്ട അടുപ്പേ വെച്ചു. ഈ സമയത്ത് ഞാൻ ചോറ് വെന്തോന്നൊന്ന് നോക്കുവാണ് കേട്ടോ. അന്നേരം വെന്തിട്ടുണ്ട്. ഒരു ശക്കലം കൂടെ കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റാം. അങ്ങനെ നമ്മുടെ ഉച്ചയൂണിനുള്ള കറികളൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ ഈ സമയത്ത് പച്ചക്കറി അരിഞ്ഞതിൻ്റെ തൊലിയും അതിൻ്റെ കുരുക്കളും ഒക്കെ ഞാൻ തന്നെ ഇവിടെ നമ്മുടെ പയറൊക്കെ ഉണ്ടല്ലോ അവിടോട്ട് കൊണ്ടങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ നമ്മുടെ ഈ പൈപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങ് കിളിക്കും കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ എറിയുന്നതൊക്കെ ഇങ്ങനെ കിളിച്ച് വരും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തന്നെ കൊണ്ടിങ്ങനെ എറിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഉണക്കായതുകൊണ്ട് അങ്ങനെ ഇല്ല. മഴക്കാലമൊക്കെ ആണെങ്കിൽ അവിടെ കിടന്ന് തന്നെ ഇങ്ങനെ പൊട്ടിക്കിളുത്ത് വരും. അങ്ങനെ അതൊക്കെ കൊണ്ട് ഇട്ട് ആ പാത്രമൊക്കെ കഴുകി അകത്ത് കയറി വന്നപ്പം വാഷ് ബേസിനിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനൊന്ന് കഴുകി. അന്നേരം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ സമയത്ത് വെന്തിട്ടുണ്ട്. അന്നേരം അപ്പൂസ് വീണ്ടും പേരയ്ക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ പയർ മെഴുക്കുവരട്ടിക്കകത്തോട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ അവിയലിന് ചേർക്കാനുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. തേങ്ങ തിരുമിയെടുത്ത് അതിനകത്തേക്ക് ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അരച്ചല്ല, ചതച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വെന്തോന്ന് നോക്കുവാണ്. നമ്മുടെ ചോറ് അതൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ച സമയമായി. ബാക്കി വന്ന 2 പേരയ്ക്കാണ് കേട്ടോ. അത് നല്ല മധുരമുള്ള പേരയ്ക്കായിരുന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്ത് കേട്ടോ, വെറുതെ കിളി കൊത്തിക്കൊണ്ട് പോവാണ്, ഇനിയും പറിക്കണം. ശരിക്കും പറഞ്ഞാൽ മേളിലാണ് കേട്ടോ, നമുക്ക് പറിക്കാൻ ഏണി വെച്ച് കയറണം. അപ്പോൾ ഈ മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകിട്ടല്ലേ വരുന്നത്. അപ്പം ഞാൻ പിന്നെ പറയത്തില്ല, മറന്നു പോകും. ശരിക്കും രാവിലെ മുറ്റം തൂക്കുമ്പോൾ ഇങ്ങനെ ഓർക്കും, പിന്നെ അങ്ങ് മറന്നു പോവേ. എന്നിട്ട് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം വെന്ത് വന്നപ്പം നമ്മൾ ഈ ചതച്ച് വെച്ച
അരപ്പൊക്കെ ഒന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആവി കയറ്റി ഇളക്കിയെടുത്ത് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ഒരു തട്ടിക്കൂട്ട് അവിയലും പിന്നെ എന്താണ് മീൻകറി. തട്ടിക്കൂട്ട് അവിയൽ എന്ന് പറഞ്ഞാലും നല്ല അവിയലായിരുന്നു കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ തോരെ പറ്റിയ ഒരു അവിയലില്ലേ, നമുക്ക് ഈ സൈഡിലൊക്കെ വെച്ച് കഴിക്കാവുന്ന. അന്നേരം നമ്മുടെ അവിയലും മീൻകറി നല്ല കോമ്പിനേഷനാണ് അല്ലേ. അന്നേരം നമ്മുടെ ഉച്ചയൂണൊക്കെ ഇവിടെ റെഡിയായി. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.